പക്ഷെ നിങ്ങൾ അറിയില്ലല്ലോ, നിങ്ങളൊന്നും അറിയണില്ല. നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഈ അപ്പന്മാരുടെ വേദനയെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. അതെനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന എന്നാന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദുരന്തം നിങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത്. കാരണം എൻ്റെ കൂട്ടുകാരനല്ല, അവനെൻ്റെ കൂടപ്പുറപ്പാണ്. നമ്മളീ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ അപ്പന്മാർ, ചില അപ്പന്മാർ കഷ്ടപ്പെടണത്. കാരണം മക്കൾ നമ്മുടെ ചോരയാണല്ലോ. അപ്പോൾ ചെറുക്കൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും അവനൊരു ബൈക്ക് വേണം, 3.5 ലക്ഷം രൂപയുടെ ബൈക്ക് വേണം. അപ്പം കൂട്ടുകാരന്മാർക്കൊക്കെ ഉണ്ട്, മേടിച്ച് തരണമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കടവും വിലയൊക്കെ മേടിച്ച് ഇവന് ഒരു എന്തോ 3.5 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ച് കൊടുത്ത് ഇവൻ ആ ബൈക്കിൽ കയറി റോക്കറ്റ് പോകണ മാതിരി റോട്ടിയിട്ടങ്ങ് പോയിട്ട് ഒരു ബസ്സിൻ്റെ അടിയിട്ട് കയറിയിട്ട് റോക്കറ്റ് പൊട്ടണ മാതിരി അവനങ്ങ് പൊട്ടി. അവൻ്റെ സൂക്കേടും തീർന്നു. ഈ മരണവാർത്ത അമ്മ അറിഞ്ഞ് അമ്മയ്ക്ക് പ്രഷർ കയറി. ലാസ്റ്റ് അമ്മ നിലത്ത് വീണ് തലഞ്ഞരമ്പ് പൊട്ടി, അമ്മയും തീർന്നു. ഈ ദുഃഖവാർത്ത അപ്പനറിഞ്ഞ് ലാസ്റ്റ് അപ്പന് താങ്ങാൻ വയ്യാണ്ട് നീറി ഒരു കത്തെഴുതി വച്ചിട്ട് അവൻ കത്തിലെന്താ എഴുതി വെച്ചതെന്ന് അറിയാമോ? അവൻ കാരണമാണ് അവൻ്റെ മോൻ മരിക്കാൻ കാര്യമൊന്നും. ശരിയല്ലേ? നമ്മൾ മക്കളെ പട്ടിണി എന്താണെന്നോ ദുരിതം എന്താണെന്നോ പ്രയാസങ്ങൾ എന്താണെന്നൊന്നും നമ്മൾ അറിയിക്കുന്നില്ല. അതാണ് തെറ്റ്. മറിച്ച് 2 ദിവസമെങ്കിലും ഈ മക്കളെ പട്ടിണിക്കിട്ടിട്ട് വിശപ്പിൻ്റെ വിളി എന്താണെന്ന് അവർ അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നമ്മളെ അവർ ഓർത്താനെ. നമ്മൾ ഈ കുടുംബം നോക്കണ അപ്പന്മാരൊക്കെ കാണപ്പെട്ട ദൈവമാണ്. അമ്മ മക്കളെ പഠിപ്പിക്കണമെന്നേ. അങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഈ കല്യാണമൊക്കെ കഴിച്ച് കുടുംബം നോക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ച് ഇവർക്ക് വണ്ടിക്കാളനെ കൂട്ട് പണിയെടുത്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ തെറ്റാന്നേ, നമ്മളിങ്ങനെ തെറ്റാ. കരച്ചിലും മണ്ണുണ്ട്, തെറ്റാ. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞ ഈ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. അന്ന് നാഴി കഞ്ഞിവെള്ളം കുടിക്കാനൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വിശപ്പ് അടക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക, മാങ്ങ, കപ്പ, ആഞ്ഞിലിപ്പഴം, കൊട്ടങ്ങാപ്പഴമൊക്കെ വയറ് നിറച്ച് നിന്ന് വെള്ളവും കുടിച്ചാണ് വിശപ്പ് മാറ്റണത്. അന്ന് ഞങ്ങളുടെ പെരേ കോലപ്പരയാട്ടോ. എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അകത്ത് വീഴും. അത്രയ്ക്ക് ചോർച്ച. അത്രയ്ക്ക് ചോർച്ചയാ. നിങ്ങൾക്കതറിയില്ല. പല രാത്രികളിലും മഴ ഞങ്ങൾ ഉറക്കിയിട്ടില്ല. ഞങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളൊന്നും നിങ്ങൾക്ക് വരണ്ടാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. പക്ഷെ നിങ്ങളറിയില്ലല്ലോ, നിങ്ങളൊന്നും അറിയണില്ല. നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഈ അപ്പന്മാരുടെ വേദനയെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. അതെനിക്ക് പറയാനുള്ളത്. മക്കൾക്ക് നാം നൽകുന്ന സന്തോഷത്തെക്കാൾ ഏറ്റവും വലുതാണ് മക്കൾക്ക് നാം സുരക്ഷിത നൽകുക എന്നുള്ളത്. മക്കൾ ചോദിക്കുന്നതെല്ലാം നൽകുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പല മാതാപിതാക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു മാതാപിതാക്കളുടെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ആ മക്കൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഒരുക്കുക എന്നുള്ളതാണ്. മക്കൾ ചോദിക്കുന്ന മൊബൈൽ, കാറ്, അതുപോലെ ബൈക്ക് എല്ലാം കൊടുക്കുന്നവരെക്കുറിച്ച് ഹദീസിനും ഖുർആനും വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. മക്കളെന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ അമാനത്താണ്. കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലൻ റഅയത്തി. നമ്മുടെ ഈ ഉത്തരവാദിത്വമായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പൊന്നുമക്കൾ,
ആ മക്കളുടെ ഉത്തരവാദിത്വത്തിൽ നാം എന്തെങ്കിലും വീഴ്ചത വരുത്തിയാൽ, എന്തെങ്കിലും കുറവ് വരുത്തിയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിനെക്കുറിച്ച് നാം ഉത്തരം പറയേണ്ടതുണ്ട്. ഉദാഹരണക്ക് മക്കളെ അപകടത്തിലേക്ക് നയിക്കുന്ന വല്ലതും മക്കൾക്ക് നാം ഒരുക്കി കൊടുത്താൽ അത് മക്കളുടെ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ വീഴ്ചകൾ വരുത്തി എന്നാണ്. വീഴ്ചകൾ വരുത്തിയാൽ കുല്ലുക്കും റായ് വ കുല്ലുക്കും മസ്ഊൽ അൻ റഅയ്യത്തി, ആ വീഴ്ചയെക്കുറിച്ച് ചോദിക്കപ്പെടും. കാരണം ഈ ബൈക്ക് വാങ്ങുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമല്ല, മൊബൈൽ വാങ്ങിക്കൊടുക്കലും ഉത്തരവാദിത്വമല്ല, കാറ് വാങ്ങിക്കൊടുക്കലുമല്ല. അപ്പോൾ മാതാപിതാക്കളുടെ ദൗത്യം മക്കളിൽ എന്താണ്? അതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. ഇതാണ് ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മക്കളോടുള്ള ഉത്തരവാദിത്വം. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഖബറിൽ പോകേണ്ടതുണ്ടെന്നും ഖബറിൽ പോയി മഅ്ശറിൽ യാത്രയായി ഓരോന്നിനെക്കുറിച്ച് ചോദിക്കപ്പെടുമെന്നും അതിലേക്ക് ഉത്തരം പറയേണ്ടതെന്നും എന്നെല്ലാം വിശ്വസിച്ച ഓ സത്യവിശ്വാസികളായ മാതാപിതാക്കളെ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഖൂ അൻഫുസക്കും, ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ സ്വയം ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും വ അഹ്ലീക്കും, നിങ്ങളുടെ മക്കൾ, കുടുംബം സൂക്ഷിക്കലാണ്. എന്തിൽ നിന്നാണ് സൂക്ഷിക്കേണ്ടത്? ഖുർആൻ പറയുന്നു നാറാ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒരിക്കലും നരകം സ്പർശിക്കാൻ പാടില്ല. നരകം തൊടാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചെടുത്തു അവരെ സ്വർഗത്തിലെത്തിപ്പിക്കുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അതായത് മക്കളെ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്വം. ഇതെല്ലാം പരിപൂർണമായി വീഴ്ചയാണ്. സുബഹി നമസ്കാരം കൃത്യമായി പള്ളിയിൽ ഇമാം ജമാഅത്ത് നടക്കുമ്പോൾ ആൺമക്കൾ പള്ളിയിലെത്തൂല. ബൈക്കിൽ കറങ്ങാൻ വളരെ ഉഷാറാണ്. ഉമ്മ നീ ചെയ്യേണ്ട പ്രവൃത്തി എന്നുള്ളത് മകന് ബൈക്ക് അവൻക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അവൻ ഇൻഷാ അല്ലാഹ് ജോലി ചെയ്ത് നല്ലൊരു ബൈക്കൊക്കെ വാങ്ങും. നിന്റെ ഉത്തരവാദിത്വം അതിരാവിലെ നിന്റെ പൊന്നുമോനെ ഉണർത്തിക്കൊണ്ട് അസ്വലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരത്തേക്കാൾ ഖൈറ്, ഉറക്കിനേക്കാൾ ഖൈർ നിസ്കാരമാണ് എന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിന് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് മകനെ പള്ളിയിലേക്ക് അയക്കുക. അവിടുന്ന് പള്ളിയിൽ നിന്ന് വിളിച്ച് മുഅദ്ദിൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താണ് പറയുന്നത്? ഉമ്മ, നിന്റെ മകൻ ക്ഷീണിച്ചു ഉറങ്ങുകയാണ്. നിന്റെ മകനിക്ക് ഉറക്ക് വലിയ വിഷയമാണ്. എന്നാൽ ഉമ്മ, നിന്റെയും നിന്റെ മക്കളുടെയും ഉറക്കിനേക്കാൾ ഏറ്റവും വലുതാണ് നിസ്കാരം. അതൊക്കെ വലിയ വിഷയമാണ്, ഉറക്ക് വലിയ വിഷയമാണ്, ഉറക്ക് വേണം. എന്നാൽ ഉറക്കിനേക്കാൾ വലുതാണ് ഉമ്മ, അല്ലാഹു അക്ബറാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കബീറാണ്, വലിയ കാര്യമാണ്. പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുമ്പോൾ ചിലപ്പോൾ തുണി അളക്കുന്നുണ്ടാകാം, ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടാകാം, മക്കൾ മൊബൈലിലൂടെ സമയം റീൽസ് കണ്ടിങ്ങനെ ചെലവഴിക്കുന്നുണ്ടാകാം. ആ സമയത്താണ് പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. അള്ളാഹു ഏറ്റവും വലുതാണ് എന്നുള്ള ആ സന്ദേശം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലുതാണ്, അതിനേക്കാൾ വലുതിതാണ്. ആ മക്കളെ അത്തരത്തിലുള്ള രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് ഉപ്പയായ നിൻ്റെയും ഉമ്മയായ നിൻ്റെയും ഉത്തരവാദിത്വം. അതല്ലാതെ മക്കൾ ചോദിക്കുന്നൊക്കെ മക്കൾക്ക് വാങ്ങി നൽകുക, എന്നിട്ട് മക്കളെ സന്തോഷിപ്പിക്കുക. എന്തായി? മകൻ ബൈക്ക് വേണം 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 എന്ന് പറഞ്ഞു, എവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചു, തൻ്റെ ഭാര്യയുള്ള സ്വർണം പണയം വെച്ചു, എല്ലാം ചെയ്ത് മകൻ്റെ ഒരു ആഗ്രഹമല്ലേ ഒരു ബൈക്ക് വാങ്ങി കൊടുത്തു. ആ മകൻ്റെ സന്തോഷം കണ്ട് ഉപ്പ ആഹ്ലാദിച്ചു, ഉമ്മ ആഹ്ലാദിച്ചു, സന്തോഷം കൊണ്ട്
ആ സന്തോഷം ഒരു കുടുംബത്തെ തന്നെ നശിപ്പിച്ചു. സന്തോഷത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുരക്ഷിത എന്നുള്ളത്. മക്കൾക്ക് ഭാവിയായ സുരക്ഷിത മാതാപിതാക്കൾ ഒരുക്കി വെക്കണം. എത്ര എത്ര ഉമ്മമാർ ഇന്ന് കണ്ണീരുണ്ട്, എത്ര എത്ര ഉമ്മമാർ അത് ഓർത്ത് ഇന്ന് മാനസിക രോഗികളായിട്ടുണ്ട്. എത്ര ഉപ്പമാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം മക്കളെ സുരക്ഷിതത്തെക്കുറിച്ച് ഓർക്കാതെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. എന്നിട്ടോ ആ മക്കൾ ഇന്ന് മക്കൾക്കെതിരെയാണോ, മാതാപിതാക്കൾക്കെതിരെയാണോ? ഒരു സുരക്ഷിതയുമില്ലാതെ നിങ്ങൾ മക്കൾക്ക് സുരക്ഷിതമായ ഭാവി നൽകിയാൽ മക്കൾ തിരിച്ചും നിങ്ങൾക്കൊരു സുരക്ഷിതയും സംരക്ഷണവും നൽകും. നിങ്ങളെ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും വാങ്ങിക്കൊടുത്താൽ മക്കൾ സന്തോഷത്തിന് പകരം നിങ്ങൾക്ക് കണ്ണീർ നൽകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.